ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം മൈത്രാനോട് ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം ചോദിച്ചത്? മനുഷ്യനെ ഉണ്ടാക്കിയത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണല്ലോ എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് മൈത്രാനോട് പറഞ്ഞപ്പോൾ മൈത്രാൻ പറഞ്ഞ മറുപടി, അതൊക്കെ വെറുതെ പറയണം, അങ്ങനെയൊന്നുമില്ല, അതിപ്പോ അങ്ങനെ ഉണ്ടായതാണ്, ഇങ്ങനെ ഉണ്ടായതാണ്, ഇങ്ങനെയൊക്കെ കൈകൊണ്ടൊക്കെ കാട്ടിക്കാണ്ടാണ് അതിന് മറുപടി കൊടുത്തത്. അത് 73 വർഷക്കാലം ചാൾസ് ഡാർവിൻ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആ വിവരം മാത്രമാണ് മൈത്രാനെ പോലെയുള്ള യുക്തിവാദികൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് അവർ വിരലിൽ എണ്ണാൻ മാത്രമുള്ള ആളുകൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ഏത്? ദൈവനിഷേധികൾ. ഭൂരിപക്ഷം ദൈവവിശ്വാസികളാണ്. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ പ്രപഞ്ചത്തിന്റെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് വിശ്വസിക്കുന്നവരാണ്. പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയാണ്, പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. ഇനി ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ, അവരും വേദക്കാരാണ്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഈസാ നബി പ്രവാചകനാണ്. ഈസാ നബിയുടെ അനുയായികളാണ് ക്രൈസ്തവർ. പക്ഷെ അവർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുകയില്ല. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുസ്ലിം ആകാൻ സാധ്യവുമല്ല. ഈസാ നബിയുടെ ജനനം തന്നെ ഒരു അത്ഭുതകരമായ ജനനമാണ്. അത്ഭുതകരമായ ജനനത്തെ പരിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ തുടർച്ചയായ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഖുർആനിൽ നിന്ന് ഞാനും ഒരു പഠിതാവാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പരിശുദ്ധ ഖുർആനിൽ പഠിച്ച് മനസ്സിലാക്കുന്നത് പോലെ നിങ്ങളും അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു മുസ്ലിമിനെ കണ്ടിട്ട് ഒരു ഇസ്ലാം മതം സ്വീകരിക്കാൻ ഇന്നത്തെ കാലത്ത് സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ, ആ വിഷയം മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ വിഷയം പിന്നെ പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൈത്രാനുള്ള മറുപടി, മൈത്രാനെ പോലുള്ള യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കുള്ള മറുപടി എക്കാലത്തും പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട് എന്ന് ഓരോ മുസ്ലിമും മനസ്സിലാക്കല് അത്യാവശ്യമാണ്, ബാധ്യതയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്, പരിശുദ്ധ ഖുർആനിൽ മൈത്രാന്റെ ഈ ചോദ്യം, മൈത്രാൻ പിന്നെ പറയുന്നത് എന്താണ്? എൻ്റെ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. മൈത്രാന്റെ വീഡിയോ കാണിച്ചു തന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ മൈത്രാൻ പറയുന്നത്, എന്നാൽ പിന്നെ എന്തിനാണ് ദൈവം അവിടുന്നാണല്ലോ മനുഷ്യനുണ്ടാക്കി വിടുന്നത്, അങ്ങനെ തന്നെ തുടർന്ന് നിന്നാ പോരായിരുന്നോ? എന്തിനാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ട് മക്കൾ ഉണ്ടാകുന്ന ഒരു പ്രകൃതി ഉണ്ടാക്കിയത്? അതിന്റെ ആവശ്യം എന്താണ് എന്ന് കളിയാക്കുന്ന രൂപത്തിലാണ് മൈത്രാൻ ചോദിക്കുന്നത്. എന്നാൽ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള, മൈത്രാനെ പോലെയുള്ള ബുദ്ധിശൂന്യമായ യുക്തിവാദികളോട് ചോദിക്കാനുള്ളത് എന്താണ്? നിങ്ങൾ പറയുന്നു കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത്. പരിണാമം എന്ന് പറഞ്ഞുകൊണ്ട് കുരങ്ങിൽ നിന്ന് ഉണ്ടായിനെ മലയാളത്തിൽ മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ പരിണാമം എന്തുകൊണ്ട് ഇന്ന് സംഭവിക്കുന്നില്ല? അതേ ചിമ്പാൻസികളും അതേ കുരങ്ങുകളും ഇന്നും ഭൂമിയിലുണ്ടല്ലോ. അവരുടെ മക്കൾ കുരങ്ങായിട്ട് ജനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ പരീക്ഷണം നടത്തി നോക്കൂ. അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ വർഗത്തിൽപ്പെട്ടതാണ്. അവർ മനുഷ്യക്കുഞ്ഞായിട്ട് ജനിക്കണില്ല. എന്റെ ഈ ചാൾസ് ഡാർവിൻ, ഇത് 73 വർഷം ജീവിച്ച ഈ ചാൾസ് ഡാർവിൻ പഠിച്ച് മനസ്സിലാക്കിയത് ഇതേ ചിന്താഗതി വെച്ചിട്ടാണ്. പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കാൻ മനസ്സില്ലാത്തവനും തയ്യാറില്ലാത്തവനുമായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു ആണ് എന്ന് പറയാൻ കഴിയുകയില്ല. മൈത്രാന് കഴിയുന്നുണ്ടോ? ഇല്ല. ആരിഫ് ഹുസൈന് കഴിയുന്നുണ്ടോ? ഇല്ല. ജബ്ബാർ മാഷിന് കഴിയുന്നുണ്ടോ? ഇല്ല. അവരൊക്കെ പറയുന്നത് കുരങ്ങിൽ നിന്നുണ്ടായതാണ്. അവരൊക്കെ കുരങ്ങിന്റെ സന്തതികൾ. അതുകൊണ്ടാണ് കുരങ്ങന്മാരെ സ്വഭാവമായിട്ട് അവർ നടക്കുന്നത്. പക്ഷെ ചിന്തിക്കുന്ന ഭൂരിപക്ഷം ഈ ലോകത്ത് വിശ്വാസികളാണ്, മനുഷ്യരാണ്. ഈ മനുഷ്യര് ചിന്തിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പ്രപഞ്ചത്തിന് ഈ സൃഷ്ടാവുണ്ട്, പ്രപഞ്ചം തനിയെ ഉണ്ടായതല്ല, ഈ കാണുന്നതിനൊക്കെ ഒരു വ്യവസ്ഥാപിതമായി നീങ്ങുന്നത് പ്രപഞ്ചത്തിന് സൃഷ്ടാവും നേതാവും ഉണ്ടായത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു.
ഏതായാലും ഞാൻ ആ വിഷയത്തേക്ക് കൂടുതൽ പോയാൽ നീണ്ടുപോകും. ഞാൻ പറയുന്നത് മൈത്രാൻ ചോദിച്ച ചോദ്യം എക്കാലത്തും ഈ വിഷയം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ചാൾസ് ഡാർവിൻ 73 വർഷക്കാലം അദ്ദേഹത്തിന്റെ യൗവനം കഴിഞ്ഞതിന് ശേഷം, പഠനം തുടങ്ങിയതിന് ശേഷം മരിച്ചത് 73 വർഷത്തിലാ. അദ്ദേഹം എങ്ങനെയായാലും ഒരു 10-50 വർഷം ഇതിന് മെനക്കെട്ടിട്ടുണ്ടല്ലോ, മനുഷ്യന് കുരങ്ങിൽ നിന്നുണ്ടായതാണെന്ന് സ്ഥാപിക്കാൻ. അപ്പൊ ഇത് നിസാര കാര്യമാണോ? അല്ല. എന്നിട്ടോ അതേ ചാൾസ് ഡാർവിനെ പിന്തുടരുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും എന്താ പറയുന്നത്? മനുഷ്യൻ കുരങ്ങുന്നുണ്ടായതാണെന്ന്. വിശ്വാസികൾ പറയുന്നു അല്ല, മനുഷ്യൻ കുരങ്ങുന്നുണ്ടായതല്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഉണ്ടാക്കിയതാണ്. അത് എങ്ങനെയെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു തരുന്ന രംഗം എൻ്റെ മുന്നിലിരിക്കുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും അല്ലാത്ത വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ എന്താണ് മനുഷ്യന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 32-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം തുടങ്ങുന്നത് തന്നെ ചാൾസ് ഡാർവിനെ പോലെയുള്ള യുക്തിവാദികളായ എല്ലാ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും മനസ്സിലാക്കാൻ എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് അള്ളാഹു തആല പറയുന്നു. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇതിന് വ്യാഖ്യാനിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അത് മനസ്സിലാക്കി ജീവിച്ചു പോരുന്നു, മുസ്ലിങ്ങൾ എന്നവരെ പറയുന്നു. അപ്പൊ ഇസ്ലാം മത വിശ്വാസികൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്. അപ്പൊ അള്ളാഹു തആലാന്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യനെ പോലെ, ജിന്നിനെ പോലെ, മൃഗത്തെ പോലെ. അങ്ങനെ ഈ ഭൂമിയിൽ ധാരാളം സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മലക്കുകൾ. അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശത്താലാണ്. അവർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ്. ഒന്ന്. പിന്നെ ജിന്നുവർഗം. ഈ ജിന്നുവർഗം സൃഷ്ടിക്കപ്പെട്ടത് തീയിന്റെ നാളത്തിൽ നിന്നാണ്. മനസ്സിലായി? ആ 2 വർഗമായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. മൂന്നാമത്തത് സൃഷ്ടിയാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ ഇന്ന് കാണുന്ന നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു തആല ഒരുങ്ങുന്ന ആദ്യ പടി. ആ ആദ്യ പടിയിൽ അള്ളാഹു തആല മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു. എന്താണ് പറയുന്നത്? അള്ളാഹു തആല തന്നെ പറയട്ടെ പരിശുദ്ധ ഖുർആനിൽ. അള്ളാഹുവിന്റെ വാക്കുകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. പരിശുദ്ധ ഖുർആനാണ്. ഇത് പരിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആനിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആരോടാ പറയണത്? പ്രവാചകനോടാണ് പറയണത്. നിന്റെ റബ്ബ് അള്ളാഹു മലക്കുകളെ വിളിച്ച് സംസാരിച്ച സംസാരം നീ ഓർക്കുക, മനസ്സിലാക്കുക. മനസ്സിലാക്കിയത് മുസ്ലിങ്ങളായ, മുഅ്മിനീങ്ങളായ, സത്യവിശ്വാസികളായ എല്ലാ മനുഷ്യർക്കും അത് പറഞ്ഞു കൊടുക്കുക. അത് വിശ്വസിക്കും. ആര്? മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ, വിശ്വാസികൾ. അത് മനസ്സിലാക്കി അംഗീകരിക്കും. അവർക്ക് നീ ഇത് പറഞ്ഞു കൊടുക്കുക. മൊത്തം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇത് ഉപകാരപ്പെടുക ആർക്കാണ്? വിശ്വാസികൾക്ക്. വിശ്വാസികൾ വിശ്വസിക്കും, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കും. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കും. അല്ലാതെ കുരങ്ങിന്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കൂല. കുരങ്ങിൽ നിന്നുണ്ടായതാണെന്ന് വിശ്വസിക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നതും സന്ദർഭം പറഞ്ഞു കൊടുക്കുന്നതും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്താ പറഞ്ഞത്? ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. ഭൂമിയിൽ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ കാണുന്ന ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന കാര്യം മലക്കുകളോടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഉടനടി മലക്കുകൾ പറഞ്ഞു, അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അതിൽ
ഉണ്ടാക്കുകയാണോ, നിർമ്മിക്കുകയാണോ, അവരതിലേക്ക് വിടുകയാണോ എന്ന് മലക്കുകൾ ചോദിച്ചു. എന്തൊക്കെ ചോദിച്ചത്? രക്തം ചിന്തുന്ന, കലാപമുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു വർഗത്തെ എന്തിനാണ് റബ്ബേ നീ ഉണ്ടാക്കുന്നത്? അങ്ങനെയുള്ളവരെയാണോ നീ നിയോഗിക്കുന്നത് ഭൂമിയിലേക്ക് എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ ചോദിക്കുന്നു. ഞങ്ങളാകട്ടെ, മലക്കുകൾ പറയാണ്, ഞങ്ങളാകട്ടെ നിന്നെ സ്തുതിച്ചുകൊണ്ടും തസ്ബീഹ്, നിന്നെ സ്തുതിച്ചുകൊണ്ടും നിന്നെ പ്രകീർത്തിച്ചുകൊണ്ടും നിന്നെ വാഴ്ത്തിക്കൊണ്ടും ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നിന്നെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ കാണുന്ന ആളുകൾ, മലക്കുകൾ, ജിന്നുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ രക്തവും കലാപവും ഒക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒരു മനുഷ്യനെ നീ എന്തിനാണ് ഭൂമി ഉണ്ടാക്കുന്നത്? അവൻ പറഞ്ഞു, ആര്? അള്ളാഹു പറഞ്ഞു. ആരോട്? മലക്കുകളോട്. നിശ്ചയമായും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. എന്താണ് പറഞ്ഞത്? നിശ്ചയമായും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പാട് ചെയ്യുന്നു. കളിമണ്ണിന്റെ സത്തയിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തുന്നു. ആദമിനെ രൂപപ്പെടുത്തിയതിന് ശേഷം ആദമിലേക്ക് അള്ളാഹുവിന്റെ ആത്മാവിനെ, അള്ളാഹുവിന്റെ കയ്യിലുള്ള ആത്മാവിനെ അള്ളാഹു അതിൽ പ്രവേശിപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ആത്മാവുണ്ട്. ഓരോ മനുഷ്യർക്കും, ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യർക്കും ആത്മാവുണ്ട്. ഈ ആത്മാവിന്റെ ഉടമസ്ഥനാരാണ്? അതിന്റെ സൃഷ്ടാവാരാണ്? അള്ളാഹുവാണ്. ഈ സൃഷ്ടാവിന്റെ ആത്മാവിനെ അള്ളാഹു അതിൽ പ്രവേശിപ്പിക്കുകയും ആദമായി രൂപപ്പെടുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അടുത്ത വചനത്തിൽ പറയുന്നു. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലാണ് കാണിക്കുക. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കേൾക്കണം. ഇത് തുടർച്ചയായിട്ട് 4-5 വീഡിയോ ചെയ്താലേ മനുഷ്യനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. കാരണം നീണ്ട് 1 മണിക്കൂറൊന്നും പറഞ്ഞാൽ നമ്മൾ കേട്ടിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടാവില്ല, പറയാൻ എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇതിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത വാക്കുകൾ, ആദമിന് എന്ത് സംഭവിച്ചു, എങ്ങനെ ഉണ്ടായി, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്ന വീഡിയോ ആണ്. നിങ്ങൾ കാണുക, മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇത് 3-ാമത്തെ വീഡിയോ ആണ്. 4, 5, 6 വീഡിയോ ആകുമ്പോഴേക്കും ഈ വിഷയം ഇവിടെ ഇൻഷാ അല്ലാഹ് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായി കാണുകയും മനുഷ്യനെ ഉണ്ടാക്കിയത് അള്ളാഹു ആണെന്ന് അംഗീകരിക്കുകയും കീഴ്വണക്കം കാട്ടിക്കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. ഈ മനുഷ്യന്റെ ഉൽപ്പത്തി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിത ലക്ഷ്യം തുടർന്ന് വരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അസ്സലാമു